നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രേക്കായി. ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് വളരെ പ്രധാനമാണ്. കാരണം ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ അവസാന ഘട്ടം, അതായത് പ്ലേ ഓഫുകൾ നടക്കാൻ പോകുന്നത്. യൂറോപ്യൻ മേഖലയിൽ 4 പ്ലേ ഓഫ് പാത്തുകളുണ്ട്. അത് വിജയിക്കുന്ന 4 ടീമുകൾക്ക് കൂടി വേൾഡ് കപ്പിലേക്ക് യോഗ്യത ഉറപ്പാക്കാൻ പറ്റും. ഈ 4 പ്ലേ ഓഫ് പാത്തുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ പ്ലേ ഓഫ് പാത്തിലും 2 സെമി ഫൈനൽ വീതം ഉണ്ടാകും. അങ്ങനെയാണ്. ആ സെമി ഫൈനൽ വിജയിച്ച് വരുന്നവർ പ്ലേ ഓഫിൻ്റെ ഫൈനൽ കളിക്കും. അങ്ങനെ 4 പ്ലേ ഓഫ് പാത്തുകൾ, 8 സെമി ഫൈനൽ മത്സരങ്ങൾ, 4 ഫൈനൽ മത്സരങ്ങൾ. പാത്ത് എയിലാണ് ഇറ്റലി ഉള്ളത്. അതാണ് ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നൊരു പാത്ത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ ഇറ്റലി കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഇറ്റലി വേൾഡ് കപ്പിനുണ്ടാകുമോ? അവരുടെ പ്ലേ ഓഫ് പാത്തിൻ്റെ സെമി ഫൈനൽ മാർച്ച് 26-നാണ് നടക്കുന്നത്. CET സമയം രാത്രി 8:45-നാണ് മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സമയം നമുക്ക് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ഈ പാത്തുകളൊക്കെ നോക്കാം. പാത്ത് എയിൽ ഇറ്റലിയും നോർത്തേൺ അയർലൻഡും തമ്മിലാണ് ഒരു സെമി ഫൈനൽ മത്സരം. 2ാം സെമി ഫൈനൽ മത്സരം വെയിൽസും ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും തമ്മിൽ. അപ്പോൾ 1ാം സെമിയിൽ വിജയിക്കുന്ന ടീമും 2ാം സെമിയിൽ വിജയിക്കുന്ന ടീമും തമ്മിൽ ഫൈനൽ കളിക്കും. അത് വിജയിക്കുന്ന ടീമാണ് വേൾഡ് കപ്പിന് പോവുക. സോ ഇറ്റലി വേഴ്സസ് വെയിൽസ് ഫൈനൽ വരാനുള്ള സാധ്യതയുണ്ട്. എളുപ്പമല്ല ഇറ്റലിക്ക് എന്നർത്ഥം. പാത്ത് ബിയിൽ യുക്രൈൻ വേഴ്സസ് സ്വീഡനാണ് ഒരു സെമി ഫൈനൽ മത്സരം. 2ാമത്തെ സെമി ഫൈനൽ മത്സരം പോളണ്ട് വേഴ്സസ് അൽബേനിയയാണ്. സോ ആദ്യ സെമി ഫൈനൽ വിജയിക്കുന്നവരും 2ാം സെമി ഫൈനൽ വിജയിക്കുന്നവരും തമ്മിൽ ഫൈനൽ കളിക്കും. അതിൽ വിജയിക്കുന്ന ടീമും വേൾഡ് കപ്പിലേക്ക് പോകും. പാത്ത് സിയിൽ തുർക്കിയയും റൊമാനിയയും തമ്മിലാണ് ഒരു കളി, ഒരു സെമി. അതിൽ വിജയിക്കുന്നവർ സ്ലൊവാക്യ വേഴ്സസ് കൊസോവോ മത്സരത്തിലെ വിജയികളുമായിട്ട് ഫൈനൽ കളിക്കും. ആ വിജയിക്കുന്നവർ വേൾഡ് കപ്പിന് പോകും. പാത്ത് ഡിയിൽ ഡെൻമാർക്ക് വേഴ്സസ് നോർത്ത് മാസഡോണിയ ആണ് ഒരു സെമി ഫൈനൽ മത്സരം. സെച്ചിയ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡാണ് മറ്റൊരു സെമി ഫൈനൽ മത്സരം. സെമിയിലെ വിജയികൾ തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടും. ആര് വേൾഡ് കപ്പിലേക്ക് പോകും എന്നവിടെ തീരുമാനിക്കപ്പെടും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലേ ഓഫ് പാത്ത്. ഇനി മത്സരങ്ങളുടെ സമയം നമ്മൾ നോക്കിയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ സെമി ഫൈനൽ തുർക്കിയ വേഴ്സസ് റൊമാനിയ മത്സരം മാർച്ച് 26-ന് രാത്രി ഇന്ത്യൻ സമയം 10:30-നാണ്. അതേസമയം യുക്രൈൻ വേഴ്സസ് സ്വീഡൻ മത്സരം അന്ന് രാത്രി തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 27-ന് പുലർച്ചെ 1:15-ന്. അതേ സമയത്ത് തന്നെയാണ് പോളണ്ട് വേഴ്സസ് അൽബേനിയ പോരാട്ടം, സെച്ചിയ വേഴ്സസ് അയർലൻഡ് പോരാട്ടം, ഇറ്റലി വേഴ്സസ് നോർത്തേൺ അയർലൻഡ് പോരാട്ടം, ഡെൻമാർക്ക് വേഴ്സസ് നോർത്ത് മാസഡോണിയ പോരാട്ടം, സ്ലൊവാക്യ വേഴ്സസ് കൊസോവോ പോരാട്ടം, വെയിൽസ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന പോരാട്ടം. ചുരുക്കത്തിൽ മാർച്ച് 27-ന് പുലർച്ചെ 1:15-ന് തുടങ്ങുന്ന മത്സരങ്ങൾ. ആ കളികളാണ് ഈ പ്ലേ ഓഫ് പാത്തിൻ്റെ ഫൈനലിൽ ആരെത്തുമെന്ന് തീരുമാനിക്കുന്നത്. പ്ലേ ഓഫ് പാത്തിൻ്റെ ഫൈനൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-ന് ബുധനാഴ്ച പുലർച്ചെ 12:15-നാണ്. ആ കളി കൂടി കഴിയുമ്പോൾ അറിയാം വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കാൻ ഇറ്റലി ഉണ്ടാകുമോ, പോളണ്ട് ഉണ്ടാകുമോ, അതുപോലെ സെച്ചിയ ഉണ്ടാകുമോ, ഡെൻമാർക്ക് ഉണ്ടാകുമോ, വെയിൽസ് ഉണ്ടാകുമോ, തുർക്കിയ ഉണ്ടാകുമോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അന്ന് ലഭിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.